We shall now discuss about thermal expansion. നമുക്കറിയാം മിക്കവാറും സബ്സ്റ്റൻസസ് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്താൽ എക്സ്പാൻഡ് ചെയ്യുന്നു, അതുപോലെ കൂൾ ചെയ്യുമ്പോൾ കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ബോഡിൻ്റെ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ, അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ വോളിയം ഓർ ലെങ്ത്, അങ്ങനെ there will be a change in any of the dimensions of the body as a result of change in temperature. ഇപ്പോൾ ഒരു റോഡ് എടുക്കുകയാണെങ്കിൽ the length of the rod is L. ഇനി ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ its length is changing. Length of the rod increases. അപ്പോൾ we are increasing the temperature of the rod. നമ്മൾ റോഡിനെ ഹീറ്റ് ചെയ്യുന്നു. As a result, the length of the rod L-ൽ നിന്ന് അത് L plus delta L ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി കോസസ് എ ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്ന ഡയമെൻഷനിലാണ് ചേഞ്ച് വന്നത്. ഇനി ദ ചേഞ്ച് ഇൻ ലെങ്ത്, പുതിയ ലെങ്ത് L പ്ലസ് ഡെൽറ്റ എൽ, ഒറിജിനൽ ലെങ്ത് L. അപ്പോൾ അവിടെ ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ആണ്. ദ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. This is directly proportional to the change in temperature. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിൽ നമ്മളൊരു ഇൻക്രീസ് വരുത്തി, ആ റോഡിനെ ഹീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് ഡെൽറ്റ ടി. Then we see that this ratio delta L by L is directly proportional to the change in temperature. So the fractional change in length എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിക്കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ ആൽഫ എൽ ഈസ് നോൺ ആസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. Alpha L is called coefficient of linear expansion. അപ്പോൾ ഇതിനെ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ ദ ഡയമെൻഷൻ ഓഫ് ദ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതിനെയാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ദ ഡയമെൻഷൻ ഓഫ് ദി ബോഡി ഇൻക്രീസസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇവിടെ റോഡിൻ്റെ ലെങ്ത്തിനാണ് ഇൻക്രീസ് വരുന്നത്. സോ ദ എക്സ്പാൻഷൻ ഈസ് ഇൻ ലെങ്ത്. ഹെൻസ് വി ക്യാൻ കോൾ ദിസ് ആസ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ ഇൻ ലീനിയർ എക്സ്പാൻഷൻ ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ആൻഡ് ആ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എൽ. ഇനി അതേപോലെ നമ്മൾ ഒരു മെറ്റൽ ബോർഡ് എടുത്തു, അതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ഒരു മെറ്റൽ ഷീറ്റ് എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്തിലും വ്യത്യാസം വരും, ബ്രെഡ്ത്തിലും വ്യത്യാസം വരും. ഓർ വി ക്യാൻ സേ ദ ഏരിയ ഓഫ് ദിസ് ഷീറ്റ് ചേഞ്ചസ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ, പുതിയ ഏരിയ ഇങ്ങനെ അത് ചേഞ്ച് ചെയ്തു വിചാരിക്കാം. പുതിയ ഏരിയ എ പ്ലസ് ഡെൽറ്റ എ, പഴയ ഏരിയ എ. അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ. This is the fractional change in area is directly proportional to the change in temperature, and delta A by A is equal to a constant alpha A. അതായത് this is the coefficient of area expansion into delta T. അപ്പോൾ ഇവിടെ ആൽഫ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് the coefficient of area expansion. ഇനി ഇതുപോലെ ഏരിയ എന്നുള്ളതിന് പകരം സപ്പോസ് വി ആർ ടേക്കിംഗ് എ ക്യൂബ്, അങ്ങനെയുള്ള ഒരു ക്യൂബ് എടുത്തിട്ട് അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ദ വോളിയം ഓഫ് ദ ക്യൂബ്, ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, ഈ 3 ഡയമെൻഷനിലും ഇൻക്രീസ് വരും. വോളിയം ഓഫ് ദ ക്യൂബ് വിൽ ഇൻക്രീസ്. സോ ദ ചേഞ്ച് ഇൻ വോളിയം divided by original volume is directly proportional to absolute temperature, and the fractional change in volume is equal to a constant alpha v into delta t, and alpha v is called the coefficient of volume expansion. ഇനി നമ്മൾ പല മെറ്റീരിയൽസിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയലിന് ഇറ്റ് ഹാസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ്
linear expansion 5 times more than that of glass. അപ്പോൾ ഗ്ലാസ്സിനേക്കാൾ ഫോർ സെയിം റൈസ് ഓഫ് ടെമ്പറേച്ചറിന് കോപ്പറിനാണ് കൂടുതൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ അലുമിനിയം, കോപ്പർ, പിന്നെ സിൽവർ തുടങ്ങിയ മെറ്റീരിയൽസിന് ഇറ്റ് ഹാസ് ഹൈ തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ there are 3 dimensions in which thermal expansion occurs: linear expansion, area expansion and volume expansion. ഇനി we can find the relationship between alpha V and alpha L. ഇപ്പോൾ ഇതിൽ ആൽഫ A and alpha L. ആൽഫ A എന്ന് പറയുന്നത് ആൽഫ A is 2 times alpha L and alpha V is 3 times alpha L. We can show that this is the relationship between alpha V and alpha L and alpha A. അപ്പോൾ ഇവിടെ we can first write the relationship delta L by L is equal to alpha L into delta T. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഇനി ഡെൽറ്റ V by V എന്ന് പറയുന്നത് this is equal to alpha V into delta T. These are the two equations involving alpha L and alpha V. Now the new volume എന്ന് പറയുന്നത് ന്യൂ ലെങ്ത് L plus delta L ആണ് അല്ലേ. The original volume V is equal to, we can write, if we are considering a cube of side L, the original volume V equal to L cube. The new volume V dash equal to L plus delta L the whole cube. ഇത് എക്സ്പാൻഡ് ചെയ്യുക. L plus delta L, A plus B the whole cube എന്ന് പറഞ്ഞാൽ A cube plus 3A square B, A cube plus 3A square B plus 3AB square plus B cube ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് എഴുതുമ്പോൾ L cube, A എന്നുള്ളതിന് പകരം L, Bക്ക് പകരമാണ് ഡെൽറ്റ L പ്ലസ് 3A square 3L square ഡെൽറ്റ L പ്ലസ് 3L ഡെൽറ്റ L square പ്ലസ് ഡെൽറ്റ L cube. ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഇനി V dash എന്ന് പറഞ്ഞാൽ that is original volume plus change in volume. ഇനി ഇത് plus change in volume. ഇനി ഇതിൽ നിന്ന് what is the change in volume delta V, that is equal to the new volume minus the original volume. അതായത് ഒറിജിനൽ വോളിയം പറയുന്നത് L ക്യൂബ്, ഇതിന്ന് മൈനസ് ചെയ്യുക. ഇതിന്ന് L ക്യൂബ് മൈനസ് ചെയ്താൽ ഈ ഒരു ടേം മൈനസ് ആയി പോകും. പിന്നെ ഡെൽറ്റ L ക്യൂബ് എന്നുള്ള ടേം നമ്മളത് വളരെ ചെറുതായതുകൊണ്ട് അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഡെൽറ്റ L ക്യൂബ് എന്നുള്ള ടേമിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ളത് ത്രീ എൽ സ്ക്വയർ ഡെൽറ്റ എൽ, ഈ ടേം 3L delta L square എന്നുള്ള ടേമും being very small, it is neglected. So what remains is 3L square delta L. ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് തന്നെ ചെറുതാണ്. അപ്പോൾ ഡെൽറ്റ എൽ ക്യൂബും ചെറുതാണ്, ഡെൽറ്റ എൽ സ്ക്വയറും ചെറുതാണ്. അപ്പോൾ ഡെൽറ്റ വി ദ ചേഞ്ച് ഇൻ വോളിയം ഈസ് ഈക്വൽ ടു 3L square ഇൻറ്റു ഡെൽറ്റ എൽ. ഇനി ഇതിലെ ബാക്കി എല്ലാ ടേംസും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. എൽ ക്യൂബ് മൈനസ് ചെയ്ത് പോയി. പിന്നെ ഈ രണ്ട് ടേംസും ബീയിങ് സ്മോൾ ദേ ആർ നെഗ്ലക്റ്റഡ്. നൗ ഇതിനെ വി ആർ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ എൽ. സോ വി ഗെറ്റ് 3 ഇൻറ്റു എൽ ക്യൂബ് ഡെൽറ്റ എൽ ബൈ എൽ. that is equal to 3 into L cube പറയുന്നത് V ആണ്, വോളിയം, ഡെൽറ്റ L by L. that is the value of delta V. ഇനി നമുക്ക് വേണ്ടത് ഡെൽറ്റ V by V ആണ്. so delta V by V is equal to 3 into delta L by L. ഡെൽറ്റ V by V equal to 3 into ഡെൽറ്റ L by L എന്താണ്? ആൽഫ എൽ ഡെൽറ്റ ടി ആണ് അല്ലേ. അതേപോലെ വാട്ട് ഈസ് ഡെൽറ്റ V by V? അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ഇക്വേഷൻ ഇറ്റ് ഈസ് ആൽഫ V ഡെൽറ്റ ടി.
is equal to 3 times alpha L delta t. അപ്പോൾ ഈ ഡെൽറ്റ ടി ക്യാൻസലായി പോയി. ആൽഫ വി ഈക്വൽ ടു 3 ടൈംസ് ആൽഫ എൽ. ആൽഫ വി ഈക്വൽ ടു 3 ടൈംസ് ആൽഫ എൽ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് വി ആർ കൺസിഡറിങ് എ ക്യൂബ് ഓഫ് സൈഡ് എൽ. അതിൻ്റെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു ഇതാണ്. വോളിയം എക്സ്പാൻഷൻ്റെ ഫോർമുല is the second equation. അപ്പോൾ ഒറിജിനൽ വോളിയം V ഈക്വൽ ടു എൽ ക്യൂബ്, ന്യൂ വോളിയം V ഡാഷ് ഓർ V പ്ലസ് ഡെൽറ്റ വി എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എല്ലിൻ്റെ ഹോൾ ക്യൂബാണ്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഒറിജിനൽ വോളിയം. ഇനി ഒറിജിനൽ വോളിയത്തിൽ നിന്ന് ഒറിജിനൽ വോളിയം ന്യൂ വോളിയത്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ചേഞ്ച് ഡെൽറ്റ വി ഈക്വൽ ടു വി ഡാഷ് മൈനസ് വി, ന്യൂ മൈനസ് ഒറിജിനൽ ഓൾഡ്, ന്യൂ വോളിയം മൈനസ് ഓൾഡ് വോളിയം. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എൽ ക്യൂബ് എന്നുള്ള ടേം മാത്രമാണ് മൈനസ് ആയി പോകുന്നത്. ബാക്കി രണ്ട് ടേംസും ബീയിങ് ദെയർ വാല്യൂ ബീയിങ് വെരി സ്മോൾ ദേ ആർ നെഗ്ലക്റ്റഡ്. ഡെൽറ്റ എൽ ക്യൂബും നെഗ്ലക്റ്റ് ചെയ്യുന്നു, അതുപോലെ ഡെൽറ്റ എൽ സ്ക്വയറും നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് 0.01 എന്നുള്ള നമ്പർ ആണെങ്കിൽ ഇതിനെ ക്യൂബ് ചെയ്യുമ്പോൾ 0.000001 അങ്ങനെയാണ് വരിക. സ്ക്വയർ ചെയ്യുമ്പോൾ 0.430 കഴിഞ്ഞിട്ട് 1, അതായത് അത് അത്രയും ചെറുതാവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ടേംസ് നെഗ്ലക്റ്റ് ചെയ്തു, ഡെൽറ്റ എൽ സ്ക്വയർ ആൻഡ് ഡെൽറ്റ എൽ ക്യൂബ്. ഡെൽറ്റ എൽ തന്നെ വളരെ ചെറുതാണ്, അതുകൊണ്ട് അതിൻ്റെ സ്ക്വയറും ക്യൂബും അതിനേക്കാൾ ചെറുതായതുകൊണ്ട് ഈ രണ്ട് ടേംസും നെഗ്ലക്റ്റഡ് ആയി പോകുന്നു. പിന്നെ ബാക്കി ഇത് മാത്രമേ ഉള്ളൂ, 3L സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ എൽ ചെയ്തു. അപ്പോൾ ഇത് വോളിയം ആയി, എൽ ക്യൂബ് എന്നുള്ളത് വോളിയം ആയി. സോ ഡെൽറ്റ വി ഈക്വൽ ടു, ഡെൽറ്റ വിൻ്റെ വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 3V ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ ബൈ എൽ ആൽഫ എൽ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ വി ബൈ വി ഈസ് ആൽഫ വി ഡെൽറ്റ ടി. സോ ഫ്രം ദി we get the equation alpha v equal to 3 times alpha l. Similarly, we can write the equation for alpha a. Alpha a is equal to 2 times alpha l. ഇത് നമുക്ക് ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഷീറ്റ് കൺസിഡർ ചെയ്യണം. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു ക്യൂബ് ഓഫ് ലെങ്ത് L ആണ്. ഇത് ഡിറൈവ് ചെയ്യാൻ we have to consider a sheet of length L. അതിൻ്റെ ഏരിയ, ഒറിജിനൽ ഏരിയ A ഈക്വൽ ടു എൽ സ്ക്വയർ. ന്യൂ ഏരിയ എന്ന് പറയുമ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനെ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് മൈനസ് ചെയ്യുന്നത് ചില ടേം നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിറൈവ് ദിസ് ഫോർമുല ഓൾസോ.